നിങ്ങൾ കാത്തിരുന്ന പ്രണയകഥ വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 1. ലിയ, മോളെ എണീക്കേ. ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ? ഇന്നെ ലേറ്റ് ആയി പോകുന്നത് മോശമല്ലേ? ആ ഉമ്മ, ഞാൻ എണീക്ക, ഉറക്കച്ചടവിൽ അവൾ പറഞ്ഞു. നീ ബെഡിൽ എണീക്കാതെ ഞാൻ പോവില്ല, ഇല്ലെങ്കിൽ നീ പിന്നെ ഉറങ്ങും. പ്ലീസ് ഉമ്മ, ഒരു 5 മിനിറ്റ് കൂടി, അവൾ ഉമ്മാനോട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഉമ്മാന്റെ കുട്ടി എണീക്കി, ഇല്ലെങ്കിൽ ഓടി പിടിച്ചു പോകേണ്ടി വരും, ഉമ്മ ലിയയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് ലിയ കിടക്കാൻ നിന്നില്ല. വേഗം എണീറ്റ് ഫ്രഷായി താഴെ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ വന്നിരുന്നു. അപ്പോഴേക്കും അവളുടെ ഉപ്പയും ഉമ്മാമയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഉമ്മ അവൾക്കും ഫുഡ് വിളമ്പി കൊടുത്തു. എന്താ മോളെ ഇത്, ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ടാണോ ഇത്ര ലേറ്റ് എണീറ്റത്? ലിയയോട് ഉപ്പ ചോദിച്ചു. സോറി ഉപ്പ, ഇന്നലെ നല്ല തലവേദനയായിരുന്നു, അതുകൊണ്ട് ഉറങ്ങാൻ ലേറ്റായി. ഇപ്പൊ വേദന കുറവുണ്ടോ ഉമ്മാമാന്റെ കുട്ടിക്ക്? അവളോടുള്ള എല്ലാ വാത്സല്യവും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഉമ്മാമ ചോദിച്ചു. ആ, ഇപ്പൊ അതൊക്കെ മാറി, ചിരിച്ചുകൊണ്ടവൾ മറുപടി പറഞ്ഞു. ലിയ എന്നാൽ ജീവനാണ് ആ 3 പേർക്കും. അവൾക്കൊരു ചെറിയ മുറിവുണ്ടാകുന്നതുവരെ സഹിക്കില്ല അവർക്ക്. വേഗം തന്നെ ഫുഡ് കഴിച്ച് റെഡിയായി അവൾ കോളേജിലെത്തി ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് അവളുടെ തോളിലേക്ക് ഒരു കൈ വന്നു വീണു. അപ്രതീക്ഷിതമായി ദേഹത്തൊരു കൈ കണ്ട് അവൾ ഞെട്ടിത്തെറിച്ച് എന്താ മോളെ, പേടിച്ചു പോയോ? റെനി ഒരു ചിരിയോട് ചോദിച്ചു. പിന്നെ പേടിക്കാതെ, ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ആരായാലും ഒന്ന് പേടിക്കും. റെനയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ലിയ പറഞ്ഞു. റന ചെറുപ്പം മുതലുള്ള ലിയയുടെ ഒരേ ഒരു കൂട്ടുകാരിയാണ്. അവർക്കിടയിൽ യാതൊരു രഹസ്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ ആഴമുള്ളൊരു സൗഹൃദമാണ് അവരുടേത്. അവർ രണ്ടുപേരും തങ്ങളുടെ ക്ലാസ് കണ്ടെത്തി മറ്റു കുട്ടികളെയൊക്കെ പരിചയപ്പെട്ട് കളിയും ചിരിയുമായി അവർ കോളേജ് വിട്ടിറങ്ങി. രണ്ടുപേരും നേരെ പോയത് റനിയുടെ വീട്ടിലേക്കാണ്. അവൾക്ക് ഉമ്മയും 2 ഇക്കാക്കമാരുമാണുള്ളത്. ഉപ്പ ചെറുപ്പത്തിലെ മരിച്ചതാണ്. ആ, രണ്ടാളെ എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? രണ്ടുപേരെയും നോക്കിക്കൊണ്ട് റനിയുടെ ഉമ്മ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലമ്മ, പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, ക്ലാസ് ഒന്നും ഇല്ല, എല്ലാരും പരിചയപ്പെട്ടു, ലിയ മറുപടി പറഞ്ഞു. ഉമ്മ, കഴിക്കാൻ എന്തുള്ളത്? റന ചോദിച്ചു. നല്ല നാടൻ സദ്യയുണ്ട്, രണ്ടാളും വന്ന് കഴിക്കേ. ആ, സദ്യയാണോ? കൂട്ടുകറി ഉണ്ടോ ഉമ്മ? ലിയ ചോദിച്ചു. കൂട്ടുകറിയും അവിയലും ഒക്കെ ഉണ്ട്, മോൾ വന്ന് കഴിക്കേ. ഉമ്മ രണ്ടാൾക്കും ചോറ് വിളമ്പിക്കൊടുത്തു. അല്ല, ഇതാരാ? റിയാൻ ചോദിച്ചു. റനിയുടെ മൂത്ത ജ്യേഷ്ഠനാണ് അവൻ, ഗൾഫിലാണ്, ഇപ്പോൾ ലീവിന് വന്നതാണ്. രണ്ടാമത്തെ ആൾ റസൽ, ബാംഗ്ലൂരിൽ പഠിക്കുന്നു. കോളേജൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ പൊളിയല്ലേ, റനയാണ് മറുപടി പറഞ്ഞതെങ്കിലും ലിയയുടെ നാവിൽ നിന്ന് കേൾക്കാനായിരുന്നു അവനിഷ്ടം. അവൻ ലിയയെ തന്നെ നോക്കി നിന്ന് അവൻ പോലും അറിയാതെ എപ്പോഴോ അവന്റെ മനസ്സിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ പൂച്ച കണ്ണുകളും ചുണ്ടിന് മേലെയുള്ള ആ കുഞ്ഞു മറുകും അവന്റെ ഉള്ളം കവർന്നിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ സദ്യ ആസ്വദിച്ചു കഴിക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ മജത്തി. അവൾക്ക് പ്രണയത്തോടൊന്നും വലിയ താല്പര്യമില്ല. നന്നായി പഠിച്ച് ഒരു ജോലി വാങ്ങുകയാണ് അവളുടെ ലക്ഷ്യം. എന്നാ റനക്കാവട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിഞ്ഞാൽ മതിയെന്നാണ്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, പഠിക്കാൻ അത്ര മടിയാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ചെക്കന്റെ കൂടെ വിദേശത്ത് സെറ്റിൽ ആവുകയും വേണം. അതാകുമ്പോ അമ്മായിയമ്മ പോരും നാട്ടും പോരൊന്നും ഉണ്ടാവില്ലല്ലോ, വീട്ടു ജോലിയും കുറവായിരിക്കും. അത്ര മടിച്ചിയാണ് അവൾ. ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഉമ്മയോടൊക്കെ സംസാരിച്ച് അവൾ പോകാനിറങ്ങി. അവളോടൊപ്പം കുറച്ചു നേരം കൂടി ഇരിക്കാൻ റിയാന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, തന്റെ ഇഷ്ടം അവളോട് അവൻ തുറന്ന് പറയാനുള്ള ധൈര്യവും അവനില്ല. അല്ല, മോളെങ്ങനെ പോകുന്നത്? ഞാൻ ഓട്ടോയിൽ പോയിക്കോളുമ്മ, അവരുടെ വീടുകൾ തമ്മിൽ 2-3 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ ആ വഴി പോകുന്നുണ്ട്, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. കിട്ടിയ ചാൻസ് മുതലാക്കാൻ തന്നെ ചെക്കൻ തീരുമാനിച്ചു. ഇത്തവണ തിരിച്ചു പോകുന്നതിന് മുമ്പ് അവളെ തന്റെ ഇഷ്ടം അറിയിക്കണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. എന്നാ ഞാനും ഉണ്ട്, എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ട്, റന പറഞ്ഞു. നല്ലൊരു ചാൻസ് ഈ കുരിപ്പ് കളഞ്ഞല്ലോ റബേ, അവൻ മനസ്സിൽ കരുതി. അല്ല, നിനക്കിപ്പോ എന്താ അത്ര അത്യാവശ്യമായിട്ട് വാങ്ങാനുള്ളത്? അതൊക്കെ നീ നാളെ വാങ്ങിക്കോ, എനിക്ക് ഷോപ്പിങ്ങിനൊന്നും സമയമില്ല, അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായി അവൻ പറഞ്ഞു. അവളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് പിന്നെന്താ, തിരിച്ച് ഞാൻ ഓട്ടോയിൽ വന്നോളാം, അവൾ പറഞ്ഞു. അവളെ കൂടെ കൊണ്ടുപോടാ, വീട്ടിലേക്കും കുറച്ച് സാധനം വാങ്ങാനുണ്ട്, അതുകൂടി അവൾ വാങ്ങിക്കോളും, ഉമ്മ പറഞ്ഞു. പിന്നെ മറ്റൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അവൻ ഓക്കെ പറഞ്ഞു. ലിയ പിന്നിലാണ് ഇരുന്നത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് കണ്ണാലെ നോക്കുന്നുണ്ടായിരുന്നു. ഫോണിൽ റീൽസ് കണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിക്ക് മാറ്റുകൂട്ടാൻ എന്നോണമുള്ള ആ കുഞ്ഞു മറുകിലേക്ക് നോക്കി അവൻ പഠിച്ചവനോട് ദുആ ചെയ്തു. ഇതുപോലെ ഈ ചിരി മായാതെ ജീവിതകാലം മുഴുവൻ എനിക്ക് കാണാൻ പറ്റണേ. മുടിയിഴകൾ കൈകൊണ്ട് ഒതുക്കി വെച്ച അവൾ ഫോൺ മാറ്റി റനിയോട് എന്തൊക്കെയോ കോളേജിലെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അടുത്തായത് കൊണ്ട് തന്നെ വീട് പെട്ടെന്നെത്തി. അവൾ ഇറങ്ങിപ്പോകുന്നു നോക്കി അവൻ അങ്ങനെയിരുന്നു. എന്താണ് മോനെ ഒരു നോട്ടം? പെട്ടെന്നുള്ള റനിയുടെ ചോദ്യത്തിന് മുന്നിൽ അവനൊന്ന് പതറിപ്പോയി.
എന്തോ വട്ടം, ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്തുപോയതാണ്, അവൻ പറഞ്ഞൊപ്പിച്ചു. എന്നാ വണ്ടി വിട്. റനയോട് തന്റെ ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാലോ എന്നവൻ ആലോചിച്ചു. പിന്നെ അവൾ അത് ലിയോട് പറഞ്ഞ് കുളമാക്കിയാലോ എന്ന് കരുതി മിണ്ടാതിരുന്നു. വീട്ടിലെത്തി ഫ്രഷായി ലിയ അവളുടെ കോളേജിലെ വിശേഷങ്ങൾ എല്ലാവരോടും പങ്കുവച്ചു. പിറ്റേന്ന് കോളേജ് വരാന്തയിലൂടെ നടക്കുകയായിരുന്ന അവൾ ഒരാളുടെ കാല് തെന്നി വീഴാൻ നോക്കി. എന്നാൽ അവളെ വീഴാതെ വയറിൽ ചുറ്റിപ്പിടിച്ച് ദേഹത്തോട് ചേർത്ത് നിർത്തി ഒരുവൻ. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. നല്ല വെളുത്ത സുന്ദരമായ മുഖം, കുഞ്ഞി കണ്ണുകളും കുറ്റിത്താടിയുമുള്ള അവനെ ഒരു നിമിഷം എല്ലാം മറന്ന് അവളും നോക്കി നിന്നുപോയി. അവനും ആ പൂച്ചക്കണ്ണിൽ മയങ്ങിപ്പോയിരുന്നു. പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി അവന്റെ മുഖത്തടിച്ചു. ചുറ്റുമുള്ള വിദ്യാർത്ഥികൾ എല്ലാം അങ്ങോട്ടെത്തി. എന്തിനാണ് തനിക്ക് അടി കിട്ടിയതെന്ന് മനസ്സിലാവാതെ അവൻ ഒരു നിമിഷം ഷോക്കായി നിന്നു. ഡി, എന്തിനാ നീ എന്നെ ഇപ്പൊ തല്ലിയത്? ഓ, ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നു. തനിക്കറിയില്ലേ ഞാൻ എന്തിനാ തല്ലിയതെന്നേ? എന്നെ കയറി പിടിച്ചതിന് ഇപ്പൊ മനസ്സിലായോ? കയറി പിടിച്ചെന്നോ? ആരാടി നിന്നെ പിടിച്ചത്? വീഴാൻ നോക്കിയപ്പോ പോരാക്കായോ? നിന്നെ പോലൊരു പീറ പെണ്ണിനെ പിടിക്കാൻ മാത്രം അത്ര വൃത്തികെട്ടവനൊന്നുമല്ല ഞാൻ. ഓ പിന്നെ, ഇതൊക്കെ തന്നെ പോലുള്ളവന്മാരുടെ സ്ഥിരം ഡയലോഗല്ലേ, അതൊന്നും ഇവിടെ ചെലവാകില്ല. റനിയും പറഞ്ഞു. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അറിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കാര്യവുമില്ല. താൻ ആരാണെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല. കിട്ടിയത് വാങ്ങിച്ചിട്ട് പോകാൻ നോക്ക്, ലിയ പറഞ്ഞു. അടി കിട്ടിയതിനേക്കാൾ അവന് ദേഷ്യം എല്ലാവരും അത് കണ്ടു എന്നതും തന്റെ ഭാഗം അവർ മനസ്സിലാക്കുന്നില്ല എന്നുമായിരുന്നു. നോക്കിക്കോ, ഈ അടിക്ക് ഞാൻ നിനക്കൊരു പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിൻസിപ്പാളിന്റെ റൂമിന് അടുത്ത് വെച്ചായിരുന്നു ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസി അങ്ങോട്ടെത്തി. ഷാനവാസ്, എന്താ ഇത്? താനെന്തിവിടെ? എന്താ പ്രശ്നം? പ്രിൻസി ചോദിച്ചു. സാർ, ഞാൻ എൻ്റെ സിസ്റ്ററിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ സാറിനെ കൂടെ കാണാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ. ഇങ്ങോട്ട് വരും വഴി ഈ പെണ്ണിനെ അറിയാതെ തട്ടി വീഴാൻ നോക്കി. അവളെ വീഴാതെ പിടിച്ചതിന് ഞാൻ മനഃപൂർവ്വം കയറി പിടിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും പറഞ്ഞ് എന്നെ തള്ളി. ഇത് കേട്ട് പ്രിൻസി ലിയോട് ചൂടായി. തനിക്കിവൻ ആരാണെന്നറിയാമോ? നമ്മുടെ കോളേജിലെ ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ സ്വന്തമായി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തൻ്റേതായ ഒരു സ്ഥാനം സമൂഹത്തിൽ നേടിയെടുത്തവനാണ്. ഇവിടെ പഠിക്കുന്ന കാലത്ത് പോലും ഒരു പെൺകുട്ടിയെ പോലും മോശമായി നോക്കുകയോ മറ്റു കുട്ടികളെ പോലെ പ്രണയമെന്ന് പറഞ്ഞ് പിറകെ നടക്കുകയോ ചെയ്യാതെ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തവനാണ്. അങ്ങനെയുള്ള ഇവൻ തന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. അവനെ അറിയാവുന്ന ഒരാളും ഈ വിഷയത്തിൽ അവനെ മോശം അറിയില്ല. അവൻ അറിയാതെ ചെയ്ത ഒരു കാര്യത്തിനാണോ താൻ ഒന്നും ആലോചിക്കാതെ ഇത്ര പേരുടെ മുന്നിൽ വെച്ച് തല്ലിയത്? എല്ലാവരെയും ഒരേ കണ്ണിൽ കാണരുത് കുട്ടി. നല്ലതും ചീത്തയും ഉണ്ട്, അത് മനസ്സിലാക്കുക ആദ്യം. ഇതൊക്കെ കേട്ട ലിയ ആകെ വല്ലാതായി എന്ന് മനസ്സിലാക്കി അവൾ മുഖം താഴ്ത്തി നിന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നി. അവനോട് മാപ്പ് പറയാനായി അവൾ അവനെ നോക്കിയപ്പോൾ അവൻ കാറിൽ കയറി പോകുന്നത് കണ്ടു. പിന്നാലെ ഓടിച്ചെന്നെങ്കിലും അവൻ കയറ്റി കടന്നു പോയിരുന്നു. പിന്നാലെ ഓടി വരുന്നവളെ അവനും കണ്ടിരുന്നു. എന്നാൽ അവളോട് അവന് വല്ലാത്തൊരു ദേഷ്യം ആണുണ്ടായിരുന്നത്. വീട്ടിലെത്തിയ ഷാനവാസ് നേരെ റൂമിൽ ചെന്ന് കതക് ശക്തിയായി അടച്ചു. ടേബിളിന് മുകളിലായി വെച്ചിരുന്ന ഫ്ലവർ വേസും മറ്റു സാധനങ്ങളും അവൻ ഭാഗ്യയോടെ നിലത്തെറിഞ്ഞുടച്ചു. കണ്ണാടിക്ക് മുന്നിലായി നിന്നവൻ അവൾ അടിച്ച കവിൾ നോക്കി. തന്നോട് തന്നെ അവന് ദേഷ്യം തോന്നി. അവളെ തിരിച്ചൊന്നും ചെയ്യാത്തതിൽ അവൻ ആ കണ്ണാടി കൈകൊണ്ടിടിച്ചു തകർത്തു. മുകളിൽ നിന്ന് പതിവില്ലാത്ത ശബ്ദം കേട്ട ആമന് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കയ്യിൽ ചോരയും ഒലിപ്പിച്ച് നിൽക്കുന്ന മകനെയാണ്. ഷാനു, എന്താ മോനെ ഇതൊക്കെ? നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? അവർ അവനെ പിടിച്ച് ബെഡിലിരുത്തി. മുറിവിൽ മരുന്ന് പുരട്ടി കൊടുത്തു. ഒന്നുമില്ലമ്മാ. ഒന്നുമില്ലാതെയാണോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്? ഉമ്മാന്റെ മോൻ പറ, എന്താ ഉണ്ടായെന്ന്. അവൻ നടന്നത് മുഴുവൻ ഉമ്മയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവനേക്കാളേറെ അവളോട് ദേഷ്യം തോന്നിയത് അവർക്കാണ്. കാരണം അവനെ ഇതുവരെ അവർ പോലും അടിച്ചിട്ടില്ലായിരുന്നു. തൻ്റെ പൊന്നുമോനെ തല്ലിയവളെ കൊല്ലാനുള്ള ദേഷ്യം അവർക്കും ഉണ്ടായിരുന്നു. എൻ്റെ മോനെ തല്ലാൻ മാത്രം അവൾ ആരാ? അവർ ചോദിച്ചു. എനിക്കറിയില്ലമ്മ, പക്ഷേ ഞാൻ അവളെ വെറുതെ വിടില്ല. എന്നെ എല്ലാവരുടെയും മുന്നിലിട്ട് തല്ലിയവളെ ഞാൻ നരകം കാണിക്കും. ഇനി എൻ്റെ ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമാണ്. എന്നോട് ചെയ്ത തെറ്റോർത്ത് അവൾ എൻ്റെ കാൽക്കൽ വീണ് കരയും.